എല്ലാവർക്കും ന്യൂസ് ഫസ്റ്റ് മലയാളത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ക്രിക്കറ്റ് വാർത്തകൾ ആദ്യമേ അറിയാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അങ്ങനെ ന്യൂസിലൻഡിനെ തകർത്തുമാറ്റി ഇന്ത്യ ഒരു ICC കിരീടം കൂടി സ്വന്തമാക്കിയിരിക്കുന്നു. 12 വർഷത്തിനു ശേഷം ഇന്ത്യ വീണ്ടും ചാമ്പ്യൻസ് ട്രോഫി ഉയർത്തിയപ്പോൾ ക്യാപ്റ്റൻ രോഹിത് ശർമ്മയുടെ നേതൃത്വത്തിലെ ഈ ടീമിന്റെ ജയം ചരിത്രപ്രധാനമാണ്. ഇരു ടീമുകളും ഇന്ന് മികച്ച ബാറ്റിംഗും ബൌളിംഗും പുറത്തെടുത്തെങ്കിലും ഇന്ത്യയ്ക്ക് മുന്നിൽ ന്യൂസിലാൻഡിന് ഇന്ന് പിടിച്ചു നിൽക്കാനായില്ല. ടോസ് നഷ്ടപ്പെട്ടപ്പോൾ ഇന്ത്യയ്ക്ക് സമ്മർദ്ദമുണ്ടായിരുന്നു. എന്നാൽ കുൽദീപ് യാദവ്, ചക്രവർത്തി എന്നിവരുടെ മികച്ച സ്പിൻ ബൌളിംഗിൽ ന്യൂസിലൻഡ് ബാറ്റിംഗ് തകർന്നടിയുകയായിരുന്നു. ഇന്ത്യൻ ടീം തന്ത്രപരമായ ഉദ്ദേശത്തോടെ കളിച്ചപ്പോൾ അവരുടെ ബൌളിംഗും ഫീൽഡിംഗും മത്സരത്തിന്റെ വഴിത്തിരിവായി. നായകൻ രോഹിത് ശർമ്മയുടെ ഇന്നിംഗ്സ്, ശുഭ്മാൻ ഗില്ലിന്റെയും അയ്യരുടെയും മികച്ച പ്രകടനം, അതുപോലെ ബാക്കി അംഗങ്ങൾ എന്നിവ ഇന്ത്യൻ വിജയത്തിൽ നിർണായകമായി. ഇന്ന് കളി വിജയിച്ച ശേഷം ഇന്ത്യൻ ക്യാപ്റ്റൻ രോഹിത് ശർമ്മ പറഞ്ഞത് ഇങ്ങനെയായിരുന്നു: ഇന്നത്തെ വിജയം ഞങ്ങൾക്ക് ഗംഭീരമായൊരു നിമിഷമാണ്. 12 വർഷത്തിനു ശേഷം ഇന്ത്യ വീണ്ടും ഒരു ചാമ്പ്യൻസ് ട്രോഫി നേടിയത് എന്റെ ടീമിന്റെ എല്ലാ അംഗങ്ങളും ഒരുമിച്ച് കളിച്ചതിന്റെ ഫലമാണ്. ബൌളർമാരും ബാറ്റ്സ്മാൻമാരും തങ്ങളുടെ മികച്ച പ്രകടനം പുറത്തെടുത്തു. ന്യൂസിലൻഡ് മികച്ച മത്സരം കളിച്ചു, അവരെ അഭിനന്ദിക്കുന്നു. എന്നാൽ ഇന്നത്തെ ദിവസം ഞങ്ങൾക്കുള്ളതായിരുന്നു. ഞങ്ങൾ നന്നായി തയ്യാറെടുത്തു, പോസിറ്റീവ് മാനസികാഭാവത്തോടെ കളിച്ചു. അതിന്റെ പ്രതിഫലനമാണ് ഈ കിരീടം. ബാറ്റിംഗിൽ എനിക്കും ഇന്ന് മികച്ച തുടക്കം നൽകാൻ സാധിച്ചു. ന്യൂസിലൻഡ് ഇന്ന് മികച്ച പോരാട്ടം നടത്തി. അവർക്ക് വലിയ പിന്തുണയും തയ്യാറെടുപ്പും ഉണ്ടായിരുന്നു. പക്ഷേ ഞങ്ങൾ വലിയ സമ്മർദ്ദത്തിൽ ആയിരുന്നിട്ടും ഒരിക്കലും നെഞ്ചുകുനിക്കില്ല എന്നത് തന്നെ വിജയത്തിന്റെ രഹസ്യമായിരുന്നു. ഈ കിരീടം ഞങ്ങളുടെ ആരാധകർക്ക് സമർപ്പിക്കുന്നു. നിങ്ങൾ നൽകിയ പ്രോത്സാഹനമാണ് ഞങ്ങളുടെ പ്രചോദനം. ഇന്ത്യയെ ഒന്നുകൂടി ICC ട്രോഫിയുടെ ശിഖരത്തിലെത്തിക്കാൻ കഴിഞ്ഞതിൽ അതിയായ സന്തോഷം. നന്ദി, രോഹിത് ശർമ്മ പറഞ്ഞു. ന്യൂസിലൻഡ് ആരാധകർ ഏറെ നിരാശയിലായിരിക്കുകയാണ്. ഇന്ന് ന്യൂസിലൻഡ് ജയിക്കുമെന്ന് കരുതിയവരെയാണ് ഇന്ത്യയുടെ മികച്ച പ്രകടനം ഞെട്ടിച്ചത്. ഇന്ത്യൻ ബൌളിംഗും തന്ത്രങ്ങളും അതിമികച്ചതായിരുന്നു. ഇങ്ങനെ വർഷങ്ങൾക്കുശേഷം ഇന്ത്യ വീണ്ടും ICC കിരീടം സ്വന്തമാക്കിയത് ആരാധകർക്ക് ഏറെ സന്തോഷം നൽകുന്നു. അങ്ങനെ നമ്പർ 1 ടീം എന്ന ലേബൽ ഇന്ത്യക്ക് ഇതോടെ കാത്തുസൂക്ഷിക്കാനുമായി. ഇന്ത്യയുടെ ഈ ചരിത്രവിജയം ക്രിക്കറ്റ് ലോകത്ത് ഇന്നും ഇതിനുശേഷവും എന്നും ഓർമ്മിക്കപ്പെടും. ഇതുപോലെയുള്ള ക്രിക്കറ്റ് വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.